ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നെനിക്ക് സന്തോഷമുള്ള ഒരു തീരുമാനം വടകരയിലെ MA-CT നിന്ന് വന്നു. ഒരു ദുഷാന, ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു മുത്തശ്ശിയും ദുഷാന എന്ന ഈ 9 വയസ്സുകാരി കുട്ടിയും പെട്ടു. മുത്തശ്ശി മരിച്ചു. ഈ കുട്ടി അബോധാവസ്ഥയിലെ 1 കൊല്ലമായി ഈ കുട്ടി കിടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്ത് 7 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഇൻഷുറൻസ് എമൗണ്ട് കൊടുത്തില്ല. അവസാനം ഹൈക്കോടതി ഇടപെട്ടു, ലീഗൽ സെൽ ഇടപെട്ടു. ഇതെല്ലാം ഇടപെട്ട് അവസാനം വടകര MA-CT തീരുമാനം വന്നു. 1,15,00,000 രൂപ ഈ കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായി നൽകണമെന്ന് MA-CT വിധിച്ചിരിക്കുന്നു. എന്തായാലും ആ തുക കമ്പനി കൊടുക്കണം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ വലിയ കടുത്ത അപകടങ്ങളിലൊക്കെ പെട്ടുപോയി ജീവിതം തന്നെ തകർന്നുപോയ ആളുകൾക്ക് യഥാസമയത്ത് ഇൻഷുറൻസ് തുക ലഭിക്കാറില്ല. ആ കാര്യം, ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഇന്ന് വടകരയിലെ MA-CTയുടെ തീരുമാനം. 1 കൊല്ലമായി അബോധാവസ്ഥയിൽ കിടക്കണം. ഇപ്പോഴും ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ആ കുട്ടിക്ക് പോലും ഇൻഷുറൻസ് തുക ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ചെയ്യുന്ന ഈ പരിപാടി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും വടകര MA-CTക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇടപെട്ട മറ്റുള്ളവർക്കും. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചിയിൽ കനത്ത മഴയാണിപ്പോൾ. നഗരത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ തന്നെ റോഡിൽ നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. കലൂർ, അതുപോലെ പാലാരിവട്ടം, MG റോഡ്, ഇവിടങ്ങളിലെല്ലാം തന്നെ നന്നായി വെള്ളക്കെട്ട് രൂപപ്പെട്ടും ഒരു മണിക്കൂറുകൾ നിന്ന് പെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കാര്യമായിട്ട് കൊച്ചി നഗരത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. മഴ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് പലയിടങ്ങളിലും ഒന്ന് തോർന്നു നിൽക്കുകയാണ്. ആ തോർച്ചയ്ക്കിടയിലൂടെ ഞാനും കയറി പോകുന്നു. അതാ സത്യം. ഇനി നമുക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി കേസെടുത്തിരിക്കുന്നു. വെമ്പായം സ്വദേശിയായ രണ്ടാനച്ഛൻ UK-യിൽ വെച്ച് വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി കുട്ടിയെ പ്രേരിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കേസ്. സംഭവത്തിൽ NIA-യും വിവരശേഖരണം ആരംഭിച്ചു. 24 എക്സ്ക്ലൂസീവ് ന്യൂസ്. ഗൗരവ സ്വഭാവത്തിൽ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്. വെമ്പായം സ്വദേശിയായ യുവാവ്, മതപരിവർത്തനം നടത്തിയ പത്തനംതിട്ട സ്വദേശിയായ യുവതി എന്നിവർക്കെതിരെയാണ് UAPA ചുമത്തി കേസെടുത്തത്. ഇരുവരും UK-യിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ UK-യിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ISIS-ൽ ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് കേസ്. കുട്ടി UK-യിലെത്തിയപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു. പിന്നീട് കുട്ടിയെ തിരികെ നാട്ടിലെത്തിച്ച ശേഷം ആറ്റിങ്ങലിലുള്ള മദ്രസയിലാക്കി. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മതപഠനശാല അധികൃതർ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ വിവരം അറിയിച്ചു. ഇതോടെ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ DYSP-യുടെ നേതൃത്വത്തിൽ UAPA ചുമത്തി കേസ് അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ NIA-യും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ചെറിയ കുട്ടികളെ പോലും വഴിവിട്ട കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന രണ്ടാനച്ഛന്മാർ ഈ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ കുട്ടി മറ്റുള്ളവരുടെ ഈ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ IS പോലെയുള്ള രാജ്യദ്രോഹ ശക്തികൾക്ക് ഇടയിലേക്ക് ഈ കുട്ടിയും വഴിപ്പെട്ടു പോയേനെ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും യഥാസമയം കണ്ടെത്താൻ കഴിഞ്ഞു. പോലീസ് കർക്കശമായി നീങ്ങട്ടെ. UK-യിലുള്ള ആ പിതാവിനെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് നിയമം നൽകുന്ന, അല്ലെങ്കിൽ നിയമത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ ക്രൂര നടപടി. ആശുപത്രിയിൽ എത്തിച്ച തൊഴിലാളിയുടെ കാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചു. തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനെ ജയിൽ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി. ദൃശ്യങ്ങൾ 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. நீதிமன்றத்தில் நான் இவ்வளவு நானும் வந்து எடுக்கிறேன். இந்தோனேஷியன் ஐசி ஓகே, எங்களுக்கு பாடம் படிக்கிறேன். நான் உங்களுக்கு நான் காட்டுறேன். நான் ദൃശ്യം കണ്ടില്ലേ? കാല് ചങ്ങലയിൽ ബന്ധിച്ച് ഇട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയാണ് ശ്രീലങ്കൻ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അതിക്രൂരമായ നടപടി. കൂടുതൽ വിവരങ്ങളുമായി
മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ശരിക്കും സംഭവിച്ചത്? എസ്കെൻ, ഗുഡ് ഈവനിങ്. ഇന്നലെ ഈ മാസം 3-ാം തീയതിയാണ് നാഗപട്ടണത്തുള്ള 20ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഏകദേശം ഒരു 3 ബോട്ടുകളിലായി അവർ അവിടേക്ക് പോകുന്നത്. അതിർത്തി ലംഘിച്ചു, സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലങ്കയിലെ നാവികസേന അവരെ പിടികൂടുന്നത്. അതിനുശേഷം ഈ ജയിലിൽ പാർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായാണ് ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയത്. ആ സമയത്താണ് ഈ തരത്തിലുള്ളൊരു ക്രൂരത ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ തന്നെ തമിഴ്നാട്ടിൽ അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ വളരെ ക്രൂരമായ നടപടികളാണ് ജയിൽ അധികൃതരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഭാഗത്തു നിന്ന് ശ്രീലങ്കയിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷേ അതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയതാണ് മത്സ്യത്തൊഴിലാളികളെ. അവിടെയാണ് കാലിൽ ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിൽ അവരെ അവിടെ പാർപ്പിക്കുന്ന ഒരു നിലയുണ്ടായത്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കി. അത് ജാഫ്ന പെഡ്രോ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അവരെ ഹാജരാക്കിയത്. ഹാജരാക്കുകയും അവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിട്ടയച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് അവിടെയുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള മുരുകപ്പെരുമൻ മതിവനൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഇവിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത്. അവിടെയും ജയിലധികൃതർ വളരെ മോശമായ രീതിയിലാണ് ഈ മാധ്യമപ്രവർത്തകരോടും സംസാരിച്ചത്. എന്തായാലും കുറച്ച് കാലങ്ങളായി ഈ മത്സ്യത്തൊഴിലാളികളോട് ശ്രീലങ്കൻ നാവികസേനയാണെങ്കിലും ശരി, ഈ പറഞ്ഞ രീതിയിൽ പോലീസും ജയിൽ വകുപ്പും ഒക്കെ തുടരുന്ന ഒരു ക്രൂരത, അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇതിനകം തന്നെ വലിയ ചർച്ചയുമായിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ. എസ്കെ, ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുടെ വീഡിയോ പുറത്തു വന്നു. ഉമർ നബിയുടെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ കിട്ടിയത്. കേസിൽ അറസ്റ്റിലായ ഡാനിഷിനെ പട്യാല ഹൗസ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാല ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ചാവേർ ആക്രമണം നടത്തുന്നതിന് മുമ്പായി ഡോക്ടർ ഉമർ നബി ചിത്രീകരിച്ച 1 മിനിറ്റ് 21 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തു വന്നത്. One of the very misunderstood concept is concept of what has been labeled as suicide bombing. It is martyrdom operations, and it is being known in Islam. There are multiple contraindications. There are multiple arguments that have been brought against it. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പ്രത്യേക സമയത്ത് മരിക്കാൻ തീരുമാനിച്ച് ഒരു വ്യക്തി പോകുന്നതിനെയാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നതെന്ന് ഉമർ ന്യായീകരിക്കുന്നു. ഉമറിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്ത വീഡിയോ കൂടുതൽ പേരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതായി ഏജൻസികൾ സംശയിക്കുന്നു. ഹമാസ് മാതൃകയിലുള്ള ഡ്രോണാക്രമണം ലക്ഷ്യം വെച്ച് ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാൻ വൈറ്റ് കോളർ സംഘം ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തി. ഡ്രോൺ നിർമ്മാണം നടത്തിയ ഡാനിഷ് എന്ന ജസീർ ബിലാൽ വാനിയെ NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ പട്യാല ഹൗസ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡി അനിവാര്യമാണെന്നും സംഭവത്തിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കോടതി പറഞ്ഞു. ഡാനിഷ് അറസ്റ്റിലായതിനു പിന്നാലെ പിതാവ് ബിലാൽ അഹമ്മദ് വാനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ കേന്ദ്രമായ അൽഫല സർവകലാശാലയുമായി ബന്ധമുള്ള 25 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തി. 24 ഡൽഹി. മുനമ്പം ഭൂമി തർക്കം സുപ്രീം കോടതിയിലേക്ക്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ കൊടുത്തു. വഖഫ് സംരക്ഷണ വേദിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, വിശദാംശങ്ങൾ. മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് 1950-ലെ ആധാരപ്രകാരം ഭൂമി ഫറൂഖ് കോളേജിനുള്ള ദാനമായിരുന്നുവെന്നും ഇത് തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമി അല്ലാതായി മാറുന്നു എന്നതായിരുന്നു ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നത്. ഈ ഡിവിഷൻ ബെഞ്ചിന്റെ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിനെയും കേരള വഖഫ് ബോർഡിനെയും എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഈ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പീലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, മുനമ്പം ഭൂമി വിഷയം ട്രൈബ്യൂണലിന്റെ പരിഗണനയിലായിരിക്കെ അതിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് വഖഫ് സംരക്ഷണ സമിതി ഈ ഹർജിയിൽ പ്രധാനമായും വാദിക്കുന്നത്. അങ്ങനെ ഈ വിഷയം, മുനമ്പത്തെ വഖഫ് വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. SIR നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശങ്ങളുമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ്. ഫോം തിരികെ കിട്ടിയില്ലെങ്കിൽ സ്ഥലം മാറിപ്പോയെന്നോ മരിച്ചെന്നോ രേഖപ്പെടുത്തണമെന്നതുൾപ്പെടെ SIRന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ വെള്ളം ചേർക്കുന്ന നിർദ്ദേശങ്ങളാണ് EROമാർ പുറപ്പെടുവിച്ചത്. BLOമാരുടെ ബുദ്ധിമുട്ട് വ്യക്തമാക്കുന്ന കൂടുതൽ ശബ്ദ സംഭാഷണങ്ങൾ ഇന്നും പുറത്തു വന്നു. അതിനിടെ കൂടുതൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഷ്ട്രീയ കക്ഷികൾക്ക് കത്തയച്ചു.
BLOമാരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു ഓഡിയോ ഇങ്ങനെ. അപ്പോൾ എല്ലാം സ്കാൻ ചെയ്താൽ എണ്ണം അങ്ങ് കയറിപ്പോവും. അപ്പോൾ കുറേ കിടന്ന് പണി എടുക്കണ്ട, പിന്നീട് നമുക്ക് വിതരണം ചെയ്യാം. തൽക്കാലം ഇതെല്ലാം സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളൂ. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതായത് എന്യൂമറേഷൻ ഫോം വിതരണം വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടി വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ മൊബൈലിൽ സ്കാൻ ചെയ്ത് കൊടുത്തതായി രേഖപ്പെടുത്തണം. അതിനുശേഷം സൗകര്യം പോലെ വിതരണം ചെയ്താൽ മതി. ഇനി വിതരണം ചെയ്ത ഫോം തിരികെ കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തി മരിച്ചതായോ സ്ഥലം മാറിപ്പോയതായോ സ്ഥലത്തില്ലെന്നോ മാർക്ക് ചെയ്താൽ മതിയെന്നും നിർദ്ദേശം. അതേസമയം BLOമാർ നേരിടുന്ന സങ്കീർണ ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ കൂടി പുറത്തു വന്നു. ടാർഗറ്റ് പൂർത്തിയാക്കാൻ രാത്രി 9 മണിക്കെത്തിയ BLOയെ സ്ത്രീ വീട്ടിൽ കയറ്റിയില്ല. ചേച്ചി ഒന്നും സഹകരിക്കണം, ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സാധാരണ ഒന്നും നടക്കത്തില്ല. നാളെ രാവിലെ വന്നാൽ നോക്കാം. ഇതിനിടെ ചില ജില്ലകളിൽ BLOമാരുടെ സമ്മർദ്ദം കടുപ്പിച്ച് ടാർഗറ്റ് മാറ്റി നിശ്ചയിച്ചു. അടുത്ത മാസം 4 വരെ എന്യൂമറേഷൻ നടപടികൾക്ക് സമയമുണ്ടെങ്കിലും ജില്ലാ കളക്ടർമാർ 29 മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫോം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. 23 മുമ്പ് എല്ലാ ഫോമുകളും തിരികെ സ്വീകരിക്കണം. 26 ഫോമുകൾ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം. 27, 28 തീയതികളിലായി BLO, BLA എന്നിവരുടെ യോഗം ചേർന്ന് മരിച്ചവർ, സ്ഥലം മാറിപ്പോയവർ എന്നിവരുടെ പട്ടിക പരിശോധിച്ച് ഉറപ്പാക്കണം. അന്തിമ പട്ടിക 29 തീയതി EROക്ക് കൈമാറണമെന്നാണ് പുതിയ ടാർഗറ്റ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. SIR നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകാണ് കോടതിയെ സമീപിച്ചത്. SIRനെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. SIR നടപടികളിലെ പ്രായോഗികത ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി. SIR നടപടിയും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തിയാൽ ഭരണ സംവിധാനത്തെ സാരമായി ബാധിക്കുമെന്നാണ് സർക്കാരിന്റെ ഹർജിയിലെ പ്രധാന വാദം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അടുത്ത മാസം 21 വരെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. SIR നടപടികൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഹർജി. ഇതിനകത്ത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ സുതാര്യമായി നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്നും അർഹരായ ആളുകളെ വെട്ടിമാറ്റാൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ പാർട്ടികളും പറഞ്ഞതാണ് ഈ സമയത്ത് ഇവിടെ നടക്കില്ല എന്ന്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഹർജി നൽകിയത്. ഉത്തർപ്രദേശിലെ SIRനെതിരെ അവിടുത്തെ കോൺഗ്രസ് ഘടകവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 24, ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കുറവിൽ സംസ്ഥാനം ബുദ്ധിമുട്ടുകയാണ്. പല ഉദ്യോഗസ്ഥർക്കും നിരവധി വകുപ്പുകളുടെ ചുമതല ഇപ്പോഴുണ്ട്. കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥർ മടങ്ങി വരാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നറിയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സർക്കാർ ഭരണത്തിന്റെ നെടുന്തൂണുകളാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വൻ കുറവ് ഭരണത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 135 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമൂലം പലർക്കും ഒന്നിലധികം വകുപ്പുകളുടെ ചുമതലയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ കുറവ് പദ്ധതികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായും നിലവിലുള്ളവർക്ക് ഇരട്ടി ജോലിഭാരം ഏൽപ്പിക്കുന്നതായും ആക്ഷേപമുണ്ട്. IAS കേഡറിൽ 21, IPS കേഡറിൽ 20, IFS കേഡറിൽ 31 എന്നിങ്ങനെയാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ളത്. നിലവിൽ ഒരു വകുപ്പ് മേധാവിക്ക് ഒട്ടനവധി വകുപ്പുകളുടെ അധിക ചുമതലയും നൽകിയിരിക്കുകയാണ്. കേരള കേഡറിലുള്ള ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥരിൽ 20 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും 9 പേർ സംസ്ഥാന ഡെപ്യൂട്ടേഷനിലും പ്രവർത്തിക്കുന്നു. IPS ഉദ്യോഗസ്ഥരിൽ 30 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും 5 പേർ സംസ്ഥാന ഡെപ്യൂട്ടേഷനിലും ജോലി ചെയ്യുന്നുണ്ട്. IFS ഉദ്യോഗസ്ഥരിൽ 13 പേർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും ജോലി ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവരാരും മടങ്ങിവരാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഭരണത്തെ തന്നെ അടിമുടി ബാധിക്കുന്നുണ്ട്. ഇത് എങ്ങനെ മറികടക്കുമെന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. മാത്യു പറയാണ്, മൊബൈലും ബൈക്കും ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു പരാതിയുമില്ലാതെ എത്രയോ പേർ നടന്ന സെൻസസും ഒക്കെ വീടുകൾ കയറിയിറങ്ങി എടുത്തതാണ്. ഇപ്പോഴാണ് എല്ലാം വന്നപ്പോൾ പ്രശ്നം എന്നാണ് അതൊക്കെ പറയുന്നത്. ഒരു രീതി ആലോചിച്ചാൽ അതും ശരിയാ. ബാലറ്റ് പേപ്പർ ആയിരുന്ന കാലത്തൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വോട്ടേഴ്സിൻ്റെ എണ്ണം കൂടി. ഇനി കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്.
തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. ഉൾപ്പെടുത്തണോ വേണ്ടതെന്നുള്ള തീരുമാനമായിരിക്കും നാളെ വരിക. ഇന്ന് വൈഷ്ണവ് സുരേഷിന്റെയും പരാതിക്കാരൻ ധനേഷ് കുമാറിന്റെ ഉൾപ്പെടെയുള്ളവരുടെയും ഹിയറിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് വൈഷ്ണവയുടെ പ്രതികരണം. മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗ് നീണ്ടത് 2.25 മണിക്കൂർ. പരാതിക്കാരൻ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ, നഗരസഭാ ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹിയറിംഗിന് ഹാജരായി. ഇരു കൂട്ടരുടെയും വാദങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി കേട്ടു, രേഖകൾ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമെന്ന് വൈഷ്ണവ് സുരേഷ്. നാളെ 12 മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നു തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. വൈഷ്ണവ് 7 വർഷം മുമ്പ് മുട്ടടയിൽ നിന്ന് താമസം മാറിപ്പോയതാണ്. പാസ്പോർട്ട് അടക്കം എല്ലാ തിരിച്ചറിയൽ രേഖകളും പഴയ മേൽവിലാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പരാതിക്കാരനായ CPIM പ്രാദേശിക നേതാവ് ധനേഷ് കുമാർ. ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ലാത്ത ആള് പഴയ TC നമ്പറിന്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് ഇവിടെ താമസമില്ലാത്ത ആള് വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. വൈഷ്ണവ് സുരേഷ് നൽകിയ ഹർജിയിൽ ഇരു കക്ഷികളെയും കേട്ടതിനു ശേഷം ബുധനാഴ്ചയ്ക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ CPIM പരാതി നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. പരാതിയുമായി CPIMന് ബന്ധമില്ല, തെറ്റായ വിവരങ്ങൾ നൽകിയത് തിരുത്താൻ ഇടപെടൽ നടത്തുന്നതിന് എന്താണ് കുഴപ്പമെന്നും MV ഗോവിന്ദന്റെ ചോദ്യം. CPIM പരാതിപ്പെട്ട് നാട് ആരോ ഒരാൾ വരെ പരാതിപ്പെട്ട് അടിസ്ഥാനപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാടാണ്. ഞങ്ങൾക്ക് എന്താ കാര്യം? അത് ബന്ധമില്ല, ഞങ്ങൾ പറഞ്ഞല്ലോ. അതിപ്പോൾ എല്ലാവരും ഇല്ലാതെ ഈ തെറ്റായ രീതിയിലുള്ളതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇടപെട്ട് നടത്തിയിട്ടുണ്ടാവില്ല. അതിനെന്താ പിന്നെ കുഴപ്പം? നിങ്ങളുടെ വീടിൻ്റെ നമ്പർ ശരിയില്ല, ഒരു കാര്യം ശരിയല്ലാതിരിക്കുമ്പോൾ ഏതോ ഒരു വീടിൻ്റെ അകത്ത് ഒരാളെ പറ്റി പറഞ്ഞാൽ അത് ശരിയാവുമോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വലിയ കാര്യമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. അതെല്ലാം കോടതിയും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തോട്ടെ, ഞങ്ങൾക്ക് എന്താ തർക്കം? ഒരാളുടെ വോട്ടാണോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം? UDFന്റെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി VM വിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. വോട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പിക്കണമായിരുന്നു. സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലെങ്കിൽ ഒഴിവാക്കിയല്ലാതെ പിന്നീട് എന്താ വഴിയെന്നാണ് MV ഗോവിന്ദന്റെ ചോദ്യം. വിനു, ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് പോയി നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയാൾ വോട്ട് ചെയ്തില്ല, ഇപ്രാവശ്യം വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്യാൻ വോട്ടില്ല, അന്നേരം വോട്ടില്ല, ഇപ്പം വോട്ടില്ല. എന്നിട്ട് ഞാൻ അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് വോട്ട് ചെയ്യും? ഇവരൊന്നും ആരും വോട്ട് തന്നെ ചെയ്യില്ല. മത്സരിക്കാൻ വരുമ്പോൾ വോട്ടുണ്ടാവണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? ആരായിരുന്നു ഉത്തരവാദി? അവരെന്നല്ലേ ഉത്തരവാദി. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് നോക്കിയപ്പോൾ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല, അപ്പോൾ പിന്നെ ഒഴിവാക്കില്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് തിരിച്ചടി. 2020 വിനുവിന് വോട്ടില്ലായിരുന്നു എന്നാണ് കോർപ്പറേഷൻ EROയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇതോടെ പകരക്കാരെ കണ്ടെത്താൻ കോൺഗ്രസ് കൊണ്ടുപിടിച്ച ശ്രമം തുടങ്ങി. അതേസമയം വോട്ടവകാശം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് VM വിനു ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. പുതുക്കിയ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തു വന്നപ്പോഴാണ് VM വിനുവിന് വോട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു VM വിനുവിന്റെ വാദം. ഈ ജനാധിപത്യ രാജ്യത്ത് എൻ്റെ വോട്ട് നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ്. ഇതിന് പിന്നാലെയാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ വോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വോട്ടർ പട്ടിക പുറത്തായത്. പട്ടിക വിശദമായി പരിശോധിക്കുകയാണെന്നും വോട്ടില്ലായിരുന്നുവെന്നും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറും കണ്ടെത്തിയിട്ടുണ്ട്. CPIMനെതിരെ ആരോപണമുയർത്തുമ്പോഴും വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയാണ് DCC. ഇത്തവണ കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ CPM തന്നെയാണ്. അപ്പോൾ ആ CPMന് കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയാണ് വോട്ടർ പട്ടികയിൽ നടന്ന വ്യാപകമായ കൃത്രിമങ്ങൾ. അതിലെ പ്രത്യക്ഷ ഉദാഹരണമാണ് VM വിനുവിന്റെ വോട്ട് തള്ളിയത്. വിനുവിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. വിനുവിനെ അവഹേളിക്കാൻ കരുതിക്കൂട്ടി കോൺഗ്രസ് നടത്തുന്ന നാടകമെന്ന് CPIM പ്രതികരണം. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അവഹേളിക്കലാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ പടുകുഴിയിലേക്ക് നയിച്ചു, വളരെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതാണ്. വോട്ട് നീക്കിയ നടപടി ചോദ്യം ചെയ്ത് കോർപ്പറേഷൻ ഓഫീസിൽ നേരിട്ടെത്തിയാണ് VM വിനു പരാതി നൽകിയത്. 24 കോഴിക്കോട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ KSU. പാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിൽ എവിടെയും KSUവിനെ പരിഗണിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധം. KSU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് CA റംഷാദ്, തിരുമിറ്റക്കോട് ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പൂക്കരത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നീക്കം തുടങ്ങി. ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഗ്രൂപ്പും അതുപോലെ പണമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വീതം വെച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആരും സീറ്റ് മോഹിച്ചിട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. ഇവിടെ നടക്കുന്ന നീതികേട് അല്ലെങ്കിൽ നെറികേട് എന്താണെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടുത്തെ പാർട്ടി കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ആയിഷത്തുൽ ഷംന പാലക്കാട് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, പറയൂ. കഴിഞ്ഞ ദിവസമാണ് ഈ തൃത്താലയിൽ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ KSUവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആരോപണം വരുന്നത്. ഈ തൃത്താലയിൽ KSU പ്രവർത്തകരെ പരിഗണിച്ചില്ല എന്നാണ് ആരോപണം. ഈ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണെന്നും പണവും ഗ്രൂപ്പും നോക്കിയാണ് സീറ്റുകൾ അനുവദിച്ചു നൽകുന്നത് എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ KSUവിന്റെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് CA റംഷാദ് ആരോപിച്ചു. ഒപ്പം തന്നെ ഈ നിയോജക മണ്ഡലം കോർ കമ്മിറ്റി വിളിച്ചില്ല എന്നൊരു ആരോപണവുമുണ്ട്. എന്തായാലും KSU പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടബാധ്യത വരെ വന്നു. കടം വാങ്ങിച്ചാണ് പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. എന്നിട്ട് പോലും അത്രയും ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് പോലും സീറ്റ് നിഷേധിച്ചു എന്നൊരു ആരോപണമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KSU സ്വന്തം നിലക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണം ശക്തമാക്കാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനം. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് മംഗൾപാടി പഞ്ചായത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF തർക്കം. ജയസാധ്യതയുള്ള സീറ്റുകൾ വെച്ചുമാറാൻ മുസ്ലിം ലീഗ് തയ്യാറാവുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മംഗൾപാടി പഞ്ചായത്തിൽ കോൺഗ്രസ് തനിച്ച് മത്സരിച്ചേക്കാൻ സാധ്യത. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. പറയരുൺ. ഗുഡ് ഈവനിങ്. UDFിന്റെ സ്ഥാനാർത്ഥി പട്ടിക, അതായത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതിലൊരു അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടയിലാണ് ഈ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ ഈ തർക്കം രൂക്ഷമായി തുടരുന്നത്. അത് കോൺഗ്രസും ലീഗും തമ്മിലാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കമുള്ളത്. ഇതിനെ ചൊല്ലി മഞ്ചേശ്വരം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. MP മുഹമ്മദ് ഹനീഫാണ് രാജിവെച്ചിരിക്കുന്നത്. ഈ ബഡാജ് ബ്ലോക്ക് ഡിവിഷൻ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നത്. കോൺഗ്രസിന് ആ സീറ്റ് നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. മറ്റൊന്ന്, മംഗൾപാടി പഞ്ചായത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ അത് നൽകാൻ ലീഗ് തയ്യാറാവുന്നില്ല. 5 സീറ്റുകളിലാണ് നേരത്തെ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണ 6 സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, അതായത് BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ മത്സരിക്കാൻ കോൺഗ്രസിനോട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു എന്നൊരു പരാതി കൂടി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയത്താണ് ഈ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇപ്പോഴും തർക്കം തുടരുന്നത്. സ്ഥാനാർത്ഥി നിർണയവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ തർക്കം ഇന്ന് രാത്രിയും ചർച്ചയുണ്ടെന്ന് പറയുന്നുണ്ട്. നാളത്തോടു കൂടി ഒരു അന്തിമ തീരുമാനമാവുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ശബരിമലയിൽ വൻ തിരക്ക്. തീർത്ഥാടകർ വല്ലാതെ വലഞ്ഞു എന്ന്. മണിക്കൂറുകളോളം കുടിവെള്ളവും ഭക്ഷണവും ഇല്ലാതെ സ്ത്രീകളും കുട്ടികളും ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിങ്ങിന് നാളെ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ശബരിമലയിൽ നിന്ന് MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? ശബരിമലയിൽ പ്രതിദിനം 90,000 തീർത്ഥാടകർക്കാണ് ഹൈക്കോടതി ദർശനം അനുവദിച്ചിരുന്നത്. പക്ഷേ 2 ദിവസത്തിനിടെ ഏകദേശം 2.5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. ഇതാണ് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പമ്പയിൽ നിന്ന് കൂട്ടത്തോടെ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തി. മരക്കൂട്ടത്തും അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും 10 മുതൽ 15 മണിക്കൂർ വരെ തീർത്ഥാടകർ ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും തീർത്ഥാടകർക്ക് കുടിവെള്ളമോ ഭക്ഷണമോ ഉണ്ടായില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായില്ലെന്നുള്ള വലിയ പ്രതിഷേധം തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് ഈ തീർത്ഥാടകർ കൂട്ടത്തോടുകൂടി സന്നിധാനത്ത് എത്തിയത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമായി. കുറേ മണിക്കൂറുകൾ വലിയ ഒരു ഗുരുതരമായ സാഹചര്യമായിരുന്നു സന്നിധാനത്ത് ഉണ്ടാക്കിയത്. പിന്നീട് ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വലിയ ഇടപെടലുകൾ നടത്തുകയും തിരക്ക് നിയന്ത്രിക്കാനുള്ള
ശ്രമങ്ങൾ തുടങ്ങി. ഏകദേശം വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ തിരക്ക് ഭാഗികമായെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പമ്പയിലും നിലയ്ക്കലും തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് 20,000 പരിമിതപ്പെടുത്തിയിട്ടുള്ള തീരുമാനമാണ് നിലവിൽ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. 20,000 മുകളിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ല. അങ്ങനെ എത്തുന്ന തീർത്ഥാടകരെ നിലയ്ക്കലേക്ക് മാറ്റാനാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്തായാലും നാളെയും ഏകദേശം 80,000 മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഷീർ പറയാണ് SKN തൃത്താല എൻ്റെ ഏരിയയാണ്, അവിടെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് ചില്ലറ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമുള്ളതെന്നാണ് ബഷീർ. ആത്മവിശ്വാസം നന്നായിരിക്കട്ടെ. ഇപ്പോൾ മനീഷ് മൂർത്തി ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. കർണാടകയിലെ ബലഗാവിയിൽ 3 യുവാക്കൾ ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് വാർത്ത. അമൻനഗർ സ്വദേശികളായ റിഹാൻ, മൊഹീൻ, സർഫറാസ് എന്നിവരാണ് മരിച്ചത്. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ മുറിയിൽ മരക്കരി കത്തിച്ചിരുന്നു. ഇതിൽ നിന്നുള്ള വിഷപ്പുകയേറ്റാണ് മരണമുണ്ടായതെന്നാണ് പ്രാഥമികമായ കണക്കൂട്ടൽ. എന്തായാലും മനീഷ് മൂർത്തി ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിച്ചത്? SKN ദാരുണമായൊരു സംഭവമാണ് ബലഗാവിയിൽ ഉണ്ടായിട്ടുള്ളത്. ബലഗാവിൽ തണുപ്പുണ്ട്. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി മരക്കരി കത്തിച്ചിരുന്നവർ റൂമിൽ എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് അമൻനഗർ സ്വദേശികളാണ് മരിച്ചിട്ടുള്ളത്. റിഹാൻ, മൊഹീൻ, അതുപോലെ തന്നെ സർഫറാസ് എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. അത് ഷാനവാസ് എന്ന് പറയുന്ന യുവാവാണ് ആശുപത്രിയിലുള്ളത്. എല്ലാം 22-23 വയസ്സുള്ള യുവാക്കളാണ്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ അവിടെ നടത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വിഷപ്പുകയേറ്റ് ആളുകൾ ഈ 3 പേരും ഇവിടെ വെച്ച് വീട്ടിനകത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്നൊരു വിശദീകരണം. എന്തായാലും ബഹളം കേട്ടാണ് ആളുകൾ അവിടേക്ക് എത്തുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടുത്താനായത് ഒരാളെ മാത്രമാണ്. മറ്റുള്ളവർ അപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ ഈ വിഷപ്പുക ശ്വസിച്ച ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ശബരിമലയിലെ തിരക്ക് നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് DGP രവാദ ചന്ദ്രശേഖർ. നിലവിൽ ആവശ്യത്തിന് പോലീസുകാർ ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ട്. കേന്ദ്രസേന ഉടനെത്തും. കാനനപാത ഭക്തർ ഒഴിവാക്കണമെന്നും DGP ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിനെ വീണ്ടും ഒരു തവണ എല്ലാം അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള പോലീസ് നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ആവശ്യമുള്ള പോലീസ് നമുക്കുണ്ട്. നമ്മുടെ സ്കീം പ്രകാരമാണ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ RAF-ഉം പിന്നെ NDRF കൂടെ അവർ എത്രയും പെട്ടെന്ന് വരും അവിടത്തേക്ക്. അവരുടെ ബീഹാർ ഇലക്ഷന് ശേഷം വരും പറയുന്നതാണ്. അത് വരാൻ ദിവസങ്ങളിൽ അവർ എത്തും. അതിന് നമുക്ക് എഡിഷണൽ ആയിട്ടൊരു ഫോഴ്സ് കിട്ടുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് നമ്മുടെ സ്കീം പ്രകാരം ആവശ്യമുള്ള മുഴുവൻ പോലീസിനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു അവിടത്തേക്ക്. ശബരിമലയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് DGP പറയുന്നത്. അത്രയും ആശ്വാസകരമായ വാർത്ത തന്നെയാണത്. ഇപ്പോൾ ഒരു അടിയന്തരമായ വാർത്ത വരുന്നത് തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ തീപിടിച്ചു. ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. ട്രാൻസ്ഫോമറിൽ നിന്നാണ് തീ പടർന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശബരിമലയിലേക്ക് വീണ്ടും. മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം താളം തെറ്റി. യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതും തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേന എത്താത്തതുമാണ് സർക്കാരിന് തിരിച്ചടിയായത്. ശബരിമല മണ്ഡല മകരവിളക്കൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി അനുമതി നൽകിയിരുന്നില്ല. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് NDRF, RAF സേനകളെ സുരക്ഷയ്ക്കായി ഇത്തവണ നിയോഗിക്കാത്തതും തിരിച്ചടിയായി. അതേസമയം വൻ തിരക്കിന് പിന്നാലെ NDRF സംഘം നാളെ ശബരിമലയിലെത്തും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമല്ല കാരണമെന്നും ശബരിമലയിൽ സർക്കാരിന്റെ നിരുത്തരവാദമായ സമീപനമെന്നും KC വേണുഗോപാൽ MP. ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരുത്തരവാദത്തിലുള്ള സമീപനം കൊണ്ടുണ്ടായതാണ്. ഇലക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കെടുകാര്യസ്ഥതയും അതില്ലെങ്കിൽ സ്വന്തക്കാരുടെ അഴിമതി മറച്ചു വെക്കാനുള്ള വ്യഗ്രതയും മൂലം ഉണ്ടാക്കിയിട്ടുള്ള പിടിപ്പുകേടാണ്. ശബരിമലയിൽ കുടിവെള്ളം പോലും കിട്ടാനില്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. 24 ശബരിമല.
ഇന്ന് ശബരിമലയിലെ ആൾക്കൂട്ടത്തിലൊക്കെ ഒരുപാട് കുട്ടികളെ കണ്ടു. ഈ ആൾക്കൂട്ടത്തിലേക്കൊക്കെ ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നതും നമുക്ക് ആലോചിക്കാൻ വയ്യ. എന്തായാലും പരമാവധി ഇപ്പോൾ ശബരിമല നിയന്ത്രണ വിധേയമാണ് എന്നാണ് DGP പറഞ്ഞത്. NCP അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള PC ചാക്കോയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വീണ്ടും പൊട്ടിത്തെറി. PC ചാക്കോ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗത്തെ സ്ഥാനത്ത് നിന്ന് നീക്കി. അതേസമയം PC ചാക്കോയും താനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമമുണ്ടെന്ന് NCP അധ്യക്ഷൻ തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. PC ചാക്കോയും എന്നെയും AK ശശീന്ദ്രനും കൂടെ ചേർത്തിട്ടാണ് ഒരു ഗോസിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ വെളിയിൽ പോയവരൊക്കെ തിരിച്ചു വരുന്നു. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിക്കുന്ന സീറ്റുകളും കാര്യങ്ങളും കിട്ടാമെന്ന് കഴിയുമ്പോൾ അവരതിനുള്ള കാര്യങ്ങൾ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നുള്ളതല്ലാതെ ഒരു പ്രസക്തിയുള്ള കാര്യമില്ല. ആരാ എന്താണെന്നുള്ള മനസ്സിലായതുകൊണ്ട് അടിയന്തരമായിട്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് എന്താ വിശദീകരണം മേടിച്ചു കഴിഞ്ഞാൽ ശരിയല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എയിം ചെയ്യുന്നത് PC ചാക്കോയും തോമസ് കെ തോമസുമായിട്ട് എന്തോ വിഷയമുണ്ട്, തെറ്റിദ്ധാരണയാണ്. PC ചാക്കോ എൻ്റെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. നേതൃമാറ്റത്തിനായി NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും തർക്കങ്ങൾ നടക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, വിവരങ്ങൾ. PC ചാക്കോയെ NCPയുടെ സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് NCPയിൽ ഒരു വിഭാഗം മുറവിളി കൂട്ടുന്നുണ്ട്. അതിനിടെയാണ് ഇന്നലെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ആവശ്യം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ട് ഒരു സംസ്ഥാന നേതാവ് രംഗത്ത് വന്നത്. ആലപ്പുഴയുടെ മുൻ NCP ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന ആളാണ് ഇത്തരത്തിൽ പാർട്ടി ഗ്രൂപ്പിൽ തന്നെ ഔദ്യോഗികമായി പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് പിന്നീട് ഒരു തർക്കത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെ ഈ സംഭവം പുറത്തു വരികയും നമ്മളത് ഇന്നലെ വാർത്തയാക്കുകയും ചെയ്തതാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് ഒരു നടപടിക്ക് മുതിർന്നിരിക്കുന്നത്. തോമസ് കെ തോമസിനെതിരെ അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സന്ദേശം വിട്ട സാദത്ത് ഹമീദ് എന്നാണ് തോമസ് കെ തോമസ് പറയുന്നത്. അദ്ദേഹം ഒരു പണിയുമില്ലാതെ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു, ശക്തമായ നടപടി എടുക്കും. നിലവിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇതോടുകൂടി പുറത്താക്കി. വിശദീകരണം തേടിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ മുതിർന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. ആ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സാദത്ത് ഹമീദിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം താനും PC ചാക്കോയും തമ്മിൽ വലിയ തർക്കമാണ് പാർട്ടിക്കുള്ളിൽ എന്ന് വരുത്തി തീർക്കാനാണ് ഈ സാദത്ത് ഹമീദ് അടക്കമുള്ള ഒരു വിഭാഗം ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, വളരെ അടുത്ത സുഹൃത്തുക്കളും രാഷ്ട്രീയ സുഹൃത്തുക്കളുമൊക്കെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ ആളെയാണ് ഈ സംഭവത്തിന് പിന്നാലെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു വാർത്തയ്ക്ക് നല്ല ആശ്വാസകരമായ ഒരു ഇത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ യൂണിവേഴ്സൽ ഫാർമസി എന്ന സ്ഥാപനത്തിൽ തീ പിടിച്ച കാര്യം പറഞ്ഞിരുന്നു. ഒരു 3 നില കെട്ടിടമാണ്. 2ാമത്തെ നിലയിൽ തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഏകദേശം തീ അണച്ചു, ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യത്തിന് അത്യാഹിതമൊന്നും സംഭവിച്ചില്ല എന്നുള്ള വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. അത്രയും ആശ്വാസം. സുജാത പറയുകയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ, സത്യത്തിൽ ഇന്നത്തെ ശബരിമലയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ട് പേടിച്ചുപോയി. അത്ര കൂടുതൽ ജനത്തിരക്കായിരുന്നു അവിടെ. എന്തായാലും ഒന്നും സംഭവിക്കാതെ ദിവസം കടന്നുപോയി എന്നുള്ളത് സുജാതയ്ക്ക് ആശ്വാസമായിരുന്നു സുജാത പറഞ്ഞത്. സുജാത മാത്രമല്ല, ആ ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കണ്ട ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആശ്വാസമായി എന്ന് അറിയിക്കുന്നു. മുൻ MLA R ലതാദേവി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷനിലാണ് R ലതാദേവി മത്സരിക്കുക. നിലവിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ്. സലീം അലി കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങളുമായി ടെലിഫോണിൽ. സലീം, വിശദാംശങ്ങൾ. ഒരു മുൻ നിയമസഭാ സാമാജികൻ കൂടി ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് R ലതാദേവിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഒപ്പം തന്നെ ഈ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാന പോരാട്ടമായാണ് ഇത്തവണത്തെ ചടയമംഗലം ഡിവിഷൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ചടയമംഗലം ഡിവിഷനെ കാണുന്നത്. കാരണം വലിയ നിലയിൽ CPIയിൽ നിന്ന് CPMലേക്ക് പ്രവർത്തകർ പോവുകയും കടക്കൽ മേഖലയിൽ നിന്നും ചടയമംഗലം മേഖലയിൽ നിന്നും വലിയ ഒഴുക്ക് CPMലേക്ക് ഉണ്ടാവുകയും CPI CPM തമ്മിൽ തർക്കവും നിലനിൽക്കുന്ന
സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന ഡിവിഷൻ ഇത്തവണ കൈവിടരുത് എന്നുള്ളതാണ്. അതൊരു ഈ ചടയമംഗലം ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഇടത് കോട്ടയാണ്. ഇടത് കോട്ടയിൽ ഏതെങ്കിലും നിലയിൽ തിരിച്ചടി നേരിടരുത് എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആർ ലതാദേവിയെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ തന്നെ ഗോപിക റാണി കൃഷ്ണയെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിന് മുൻപ്, അതായത് 2015 ഇതേ ഡിവിഷനിൽ UDF വേണ്ടി ഗോപിക റാണി കൃഷ്ണ മത്സരിക്കുകയും തുച്ഛമായ ഭൂരിപക്ഷത്തിന് മാത്രമായിരുന്നു അവർ പരാജയപ്പെട്ടത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയിലാണ് ചടയമംഗലം ഡിവിഷനെ കാണുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിലെ മന്ത്രി GR അനിലിന്റെ ഭാര്യ കൂടിയായ CPI സംസ്ഥാന കൗൺസിൽ അംഗം ലതാദേവിയെ തന്നെ കളത്തിലിറക്കുന്നത്. നേരത്തെ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെ വിജയിക്കുകയും പ്രയാർ ഗോപാലകൃഷ്ണനോട് ചടയമംഗലം മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്ത ചരിത്രവും ആർ ലതാദേവിക്കുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ആർ ലതാദേവി മുൻ നിയമസഭാ അംഗമാണ്. അവർ കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ചടയമംഗലം ഡിവിഷനിൽ നിന്നാണ് അവർ മത്സരിക്കുക. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാതെ ഇന്ത്യ. കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ബാധകമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. വിധിക്ക് പിന്നാലെ അവാമി ലീഗ് പ്രവർത്തകർ ധാക്കയിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾ ചുമത്തിയാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നാലെ ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2013 ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഹസീനയെ തിരിച്ചയക്കാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യതയില്ല. കാരണം ഉഭയകക്ഷി കുറ്റകൃത്യം പ്രകാരമേ ഒരു കൈമാറ്റ അപേക്ഷ ഇന്ത്യ അംഗീകരിക്കേണ്ടതുള്ളൂ. അതായത് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ഇരു രാജ്യങ്ങളിലെയും നിയമപ്രകാരം ശിക്ഷാർഹമായിരിക്കണം. കുറ്റം രാഷ്ട്രീയ സ്വഭാവമുള്ളതായി കണക്കാക്കുകയാണെങ്കിൽ കൈമാറ്റം നിഷേധിക്കപ്പെട്ടേക്കാമെന്നും ഉടമ്പടിയിലെ വ്യവസ്ഥയിലുണ്ട്. കൂടാതെ സദുദ്ദേശത്തോടെ എല്ലാ കൈമാറ്റത്തിനുള്ള അപേക്ഷ നൽകിയിട്ടുള്ളതെങ്കിൽ അത് നിഷേധിക്കാനുള്ള അധികാരവും ഇന്ത്യക്കുണ്ട്. ഹസീന 2024 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. ഉടമ്പടിയിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കുറ്റകൃത്യത്തിന് കൈമാറാൻ പാടില്ലെന്ന് വ്യക്തമായി പറയുന്നതിനാൽ ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ത്യയുടെ രാഷ്ട്രീയ നിയമപരമായ നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അതിനിടെ അവാമി ലീഗ് പ്രവർത്തകർ ധാക്കയിൽ നടത്തിയ പ്രതിഷേധം സംഘർഷമായി. പലയിടത്തും അനുയായികളും പോലീസും ഏറ്റുമുട്ടി. 24 ഡൽഹി. നേരത്തെ പറഞ്ഞ തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിലാണ് തീപിടിച്ചത്. ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. 3 നില കെട്ടിടമായിരുന്നു അത്. ട്രാൻസ്ഫോമറിൽ നിന്നാണ് തീ പടർന്നത്. ഏകദേശം തീ അണച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി മനീഷ് മഹിവാൽ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. മനീഷ്, തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞോ? ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, അത്യാഹിതമൊന്നും സംഭവിച്ചില്ല എന്നുകൂടി വാർത്ത വരുന്നു. വിശദാംശങ്ങൾ. SKN കുറച്ചു മുൻപാണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ കണ്ണേറ്റുമുക്കിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. യൂണിവേഴ്സൽ ഫാർമ എന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. ഇവിടെ ആളപായമില്ല. പക്ഷേ ഇപ്പോൾ ഈ 3 നില കെട്ടിടമാണ്. ഈ 3 നില കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഇപ്പോഴും തീ ഉണ്ട്. തീ പൂർണ്ണമായി അടയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. നേരത്തെ വൈകിട്ട് 6 മണിയോട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരൊക്കെ തന്നെ ഇവിടെ നിന്ന് പോയിരുന്നു. പിന്നീട് ഇതിനകത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒത്തിരി ഉള്ളതാണ്. പക്ഷേ എങ്ങനെ തീ പിടിച്ചു എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് അല്ലെങ്കിൽ അത്തരം വിവരം നിലവിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ ലൈൻ ഉണ്ട്. ഈ നിലവിൽ 3 നില കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് തന്നെ ലൈൻ KCBയുടെ ലൈൻ കടന്നു പോകുന്നുണ്ട്. ആ ലൈനിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് സംശയിക്കുന്നത്. 2ാമത്തെ നിലയിൽ ഇപ്പോഴും തീ ഉണ്ട്. പക്ഷേ മഴയുള്ളത് കൊണ്ടൊക്കെ തന്നെ തീ പടർന്നില്ല എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയാണ് ആദ്യഘട്ടത്തിൽ തീ അണച്ചത്. നിലവിൽ തീ ഇപ്പോഴുള്ള അഗ്നി നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റാളപായം ഒന്നുമില്ല. ഇവിടെയുള്ള നാട്ടുകാരാണ് ഇവിടെ ആദ്യിച്ചിട്ട് എങ്ങനെ ഈ തീപിടുത്തമുണ്ട്? ആദ്യം അറിയില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് വന്നത്. കൗൺസിലറാണ്. ഞാൻ ഉണ്ടായിരുന്നു. ഞാനാ പോലീസിനെയൊക്കെ വിളിച്ചത്. ഒരു 8:20 കൂടിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. 8:20 കൂടിയാണ് തീ കണ്ടു തുടങ്ങിയത് ഞങ്ങൾ. അപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് തുടങ്ങിയതാണ്. പിന്നെ പെട്ടെന്ന് വിത്ത് സെക്കൻഡിൽ തന്നെ അങ്ങ് പടരാൻ തുടങ്ങി. ഒരു 8:30 ആയപ്പോഴത്തേക്ക് നല്ല പടർന്നു. 3 നിലയിൽ നിന്ന് ഞാൻ തീ പടർന്നിട്ട് കുറിച്ചാണ് പറഞ്ഞത്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എറണാകുളം ജനറൽ ആശുപത്രിയിലെ പ്രസവ വാർഡിൽ വെള്ളം കയറി. കനത്ത മഴയിലാണ് വെള്ളം കയറിയത്. വാർഡിൽ ജീവനക്കാർ വെള്ളം കോരിക്കളയുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പഴയ കാത്തിലാവരി അടുത്തുള്ള ഗൈനക്കോളജി വാർഡിലാണ് ഇപ്പോൾ വെള്ളം കയറിയത്. എറണാകുളത്ത് കനത്ത മഴ തുടരുകയാണ്. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ സ്വാഗതം ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സ് തകർപ്പൻ ഒരു വീഡിയോ പുറത്തിറക്കി. സിനിമാ താരം ബേസിൽ ജോസഫും വീഡിയോയുടെ ഭാഗമായി. ഈ ഗാനത്തോടെ
ഇന്നത്തെ പ്രൈം ടൈം നമ്മൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.